അപ്പം ഗൾഫിലാണ്, പഴയ ഗൾഫ് ഉദ്ദേശിച്ചാൽ മതി. നമ്മളൊന്നും പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കാലം, നമ്മുടെ പിതാവ് പോയൊരു കാലം 20 കൊല്ലം മുമ്പ്. കഷ്ടപ്പാടാണ്. അതേ ആ പാടെ ഈ പെർഫ്യൂമൊക്കെ അടിച്ച് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ധനാഢ്യനാണ്, അയൽക്കാരുമൊക്കെ വിചാരിക്കും. പക്ഷേ കഠിനമായ അധ്വാനമാണ്. അത് മാറിയത് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ നമുക്കായതോടെ ഗൾഫിലെ യാത്ര ഇതായി. അപ്പോൾ ഈ പോകുന്ന ആൾ ഒരിക്കൽ പോലും വീട്ടുകാരെ ഈ കഷ്ടപ്പാട് അറിയിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എഴുതും, പപ്പ വരുമ്പോൾ സൈക്കിൾ മേടിച്ച് തരണം, മക്കളെല്ലാം ഇത് എഴുതും അല്ലേ. അപ്പൻ എഴുതും, നീ വരുമ്പോൾ എനിക്ക് ഇന്നത് കൊണ്ടുവരണം, അത് ഇങ്ങനെ എഴുതുമ്പോഴും ഒന്നും പറയാത്തൊരാൾ ഭാര്യയാണ്. വരുമ്പോൾ എന്നാ കൊണ്ടുവരണമെന്ന് വരുന്ന ആഴ്ചയിൽ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഈ ആഴ്ച വരും, എന്തൊക്കെ വേണം. ഇവരോട് ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല ഇന്ന ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് പുരുഷൻ്റെ ഒരു പ്രകൃതമാണ്. ഇത് അറിയിക്കുന്നില്ല, പൈസ ഇല്ലെന്ന് അറിയിക്കുന്നില്ല, എന്തോ വേണം പറ. അപ്പം മകൻ പറഞ്ഞു ഇന്ന വാങ്ങണം, മോള് പറഞ്ഞു ഇന്നത് വേണം, അപ്പനും അമ്മയും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു, അവർക്കുള്ളതെല്ലാം ദൈവം വാങ്ങി. വൈഫ് പറയുന്നത് എന്താണെന്നറിയണ്ടേ, അച്ഛാൻ ഇനി വന്നാൽ മതി, ഇവിടെ വേണ്ടതെല്ലാം ഉണ്ട്, മനസ്സിലായില്ലേ, ഇങ്ങ് വന്നാൽ മതി. അപ്പോൾ ഇതുപോലാണ് ഭക്തൻ. നമ്മൾ കാത്തിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ എൻ്റെ കാര്യം നടത്തി തരുന്ന ഒരാളല്ല, ഇതെൻ്റെ കാന്തനാണ്, കാത്തിരിക്കുന്ന അങ്ങയാണ്, അങ്ങ് ഇനി വന്നാൽ മതി. അതിനർത്ഥം അദ്ദേഹം വെറും കൈയോടല്ല വരുന്നത്. ഈ ബാഗിൽ ഏറ്റവും നല്ലത് അവൾക്കുള്ളതുണ്ട്, ഏറ്റവും നല്ലത് അവളുടെ മനസ്സറിഞ്ഞ് നമ്മുടെ തൃപ്തിക്കനുസൃതമായ ഒരു ഗിഫ്റ്റ് അതിലുണ്ട്. അതിൽ കൂടെ പൊട്ടിക്കുന്നൊന്നുമില്ല, അത് പേഴ്സണലായിട്ട് കൊടുക്കുക അല്ലേ. പക്ഷെ അവൾ അന്നേരവും വാങ്ങിയിട്ട് എന്താ ചെയ്യുന്നത്, അത് നോക്കിയിട്ടങ്ങ് വെക്കും. ഞാൻ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചിരുന്നത്, ഞാൻ പ്രതീക്ഷിച്ച അങ്ങയാണ്. ഞാൻ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴും പറയാറുണ്ട്, ഈ തങ്കത്തെരുവീഥിയോ അവിടുത്തെ മറഞ്ഞിരിക്കുന്ന മന്നയോ കിരീടോ ഒന്നും ഒരു ഘടകമല്ല. സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കർത്താവിനെ കാണാൻ പോവാണ്. നമ്മുടെ കർത്താവെന്നുള്ള ആ ചിന്ത വരുമ്പോൾ ബാക്കിക്കൊക്കെ ആസ്വദിക്കാൻ താല്പര്യമില്ല വരും. അവൾക്ക് ഈ ഗിഫ്റ്റൊന്നും വിഷയമല്ല. ഒരാഴ്ച കഴിഞ്ഞായിരിക്കും എടുക്കുന്നത്, അവൾ നോക്കിയിട്ട് എടുത്തു വെക്കും. അപ്പോൾ ഇതെടുത്ത് വെക്കുമ്പോഴും അവളുടെ ഉള്ളിലൊരു കണ്ണുനീരാണ്. കാരണം ഇതിലൂടെ അവൾ കണ്ടു, ഇതൊരു ചെറിയ ഗിഫ്റ്റ് മാത്രമാണ്, അതിലും വലിയ ഗിഫ്റ്റാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ. അപ്പോൾ നമുക്ക് ഈ ചിന്ത വേണം ക്രിസ്തുവിനോട് തോന്നാൻ. അതൊരു മിസ്റ്റിക്കൽ കണക്ഷനാണ്. ഇത് കിട്ടാത്തവരുടെ പ്രശ്നമാണ്, അവർക്ക് മറ്റു ചിലത് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ കാന്തയുടെ കാര്യം സാധിച്ചു കൊടുക്കാത്ത ഒരാളല്ല കാന്തൻ, മക്കളുടെ കാര്യം സാധിക്കാത്ത ആളല്ല കാന്തൻ. അത്ര ക്രൂരനല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം. ഇത് നമ്മൾ വില്ലേജിൽ പോയി അപേക്ഷ വെക്കുന്ന ഒരു കാര്യമല്ല, രാഷ്ട്രീയക്കാരെ കൊണ്ട് പ്രചോദിപ്പിച്ച് ഇതൊന്നും വേണ്ട. ഇവിടെ വേണ്ടതെന്താണ്, നമുക്ക് ആ ബന്ധം സുദൃഢമായി കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്നു ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, ആ തലം ഇങ്ങനെ വളരുന്നു. മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, ഈ ഘട്ടത്തിൽ ഇവൾ അങ്ങോട്ടാണ് ചോദിക്കുന്നത് എന്താണ് ഉണ്ടാക്കി വെക്കേണ്ട ഭക്ഷണം. കാരണം ഗൾഫിലെ ആ ചൂടി കിടന്ന് അനുഭവിച്ചൊക്കെ അറിയാം, മനസ്സിലായില്ലേ. ഇവരിതിൻ്റെ ശ്രമത്തിലാണ്. ആ ആഴ്ചയിലാണ് അവർ ശരിക്കും വൃത്തിയുള്ളൊരു വസ്ത്രമൊക്കെ ധരിക്കുന്നത്. കഷ്ടപ്പാടുണ്ടാകും അല്ലേ. നമ്മുടെ അമ്മ നല്ലൊരു വസ്ത്രമൊക്കെ ധരിച്ച് കാത്തിരിക്കുന്നത്. ഇനി നമ്മളെല്ലാം ഈ അപ്പായെ സ്വീകരിക്കാൻ പോവാണ്. പപ്പായെ സ്വീകരിക്കാൻ ചെന്ന് നെടുമ്പാശ്ശേരിയോ തിരുവനന്തപുരത്തോ നിൽക്കുകയാണ്. ആ വരുന്ന ഘട്ടത്തിൽ കൊച്ചു കുഞ്ഞിനെ എടുക്കുന്നു, എല്ലാവരെയും കെട്ടിപ്പുണരുന്നു, അവർക്കെല്ലാം ആഹ്ലാദമാണ്. പക്ഷേ കണ്ണീരോടാണ് അവൾ സ്വീകരിക്കുന്നത് അല്ലേ. ഒരു തരം അനിർവചനീയ കണ്ണീര്. ഈ കണ്ണീരിൻ്റെ ഭാഷയാണ് പ്രാർത്ഥന മനുഷ്യൻ്റെ ഭാഷ എന്നുള്ളത്. ആ ഭാഷയിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് അത് കൃത്യം അങ്ങ് കിട്ടുകയാണ്. പിന്നത്തെ നല്ലത്. അതുകൊണ്ട് വചനം കേൾക്കുന്നവരൊരു കാര്യം അറിയുക, നിങ്ങളുടെ പ്രാർത്ഥന അങ്ങ് ചെന്ന് കഴിഞ്ഞു, റെഡിയായി കഴിഞ്ഞു. അതിന് ഒട്ടിക്കേണ്ട സ്റ്റാമ്പ് പോലാണ് ഈ കണ്ണീര്. അത് കൃത്യമായിട്ട് കരയാൻ പറ്റില്ല അല്ലേ. അത് നമുക്ക് അതിനുവേണ്ടിയും പ്രാർത്ഥിക്കണം. കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്. ബാക്കിയൊക്കെ വേഴ്സ് ചുമ്മാ പറയുകയാണല്ലേ. അപ്പോൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ്, എൻ്റെ ഇന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഇതുകൊണ്ട് ഈ വാങ്ങുന്ന ലോകത്തും അല്ലെങ്കിൽ കുറേ ഭൗതിക ലോകത്ത് തന്നെ തളച്ചിടപ്പെടാതെ ഇതൊക്കെ ചെറിയ ഗിഫ്റ്റാണ്. നമ്മൾ വാങ്ങിയ സംഭവങ്ങളെല്ലാം ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ടതാണ്. കളയാത്ത ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ്. ഈ ഉത്കടമായ വാഞ്ചയാണ് സഭയ്ക്കുണ്ടാവേണ്ടത്. അപ്പോൾ ബാക്കിയും വേണം. പാസ്റ്റർ പറഞ്ഞില്ല നിൽക്കുന്നത്, നമുക്ക് ജീവനും ഭക്തിക്ക് ആവശ്യമുള്ളതെല്ലാം വേണം. അതിന് ഇത്ര ആങ്സൈറ്റിയുടെ ആവശ്യമില്ല. ഈ ഉത്കണ്ഠ വെറും അപ്രസക്തമാണ്. ഇതൊന്നും ഇല്ലാതാണ് ദൈവം നമ്മളെ ഇവിടെ വരെ പുലർത്തിയതും കൊണ്ടുവന്നത്. ഇനിയുള്ള ബാക്കി ആയുസും നമുക്കിതിനെ ഓവർകം ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് കാലഘട്ടം കഴിയും തോറും വീര്യം കൂടുന്നൊരു വൈൻ പോലെയാണ് നമ്മുടെ കർത്താവിനുള്ള സ്നേഹം. അത് കുറയുകയല്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു പ്രശ്നമുണ്ട്. അത് സത്യത്തിൽ നിസ്സാര കാര്യമില്ല. ഇപ്പം നമുക്ക് പഴയ പോലെ ഭാര്യയോട് പഴയ പോലെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ കല്യാണത്തിൻ്റെ നാളിലെ പോലെ പറ്റില്ല. പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ റെഡി, നമുക്ക് 3 മക്കളുണ്ട്,
ഇന്ന കാര്യമുണ്ട്, എപ്പോഴും നിൻ്റെ അടുത്ത് വർത്താനം എനിക്ക് ഒക്കില്ല. പറ്റത്തില്ല. കർത്താവ് സമ്മതിക്കില്ല. കാരണം ഞാൻ നിൻ്റെ നില